അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ മുസ്ലിമിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അംറും ബിൽ മഅറൂഫി വ നഹിയുൻ അനിൽ മുൻകർ, നന്മ കൊണ്ട് ഉപദേശിക്കലും തിന്മയെ തടയുക എന്നതും. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദി, നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് കാണുകയാണെങ്കിൽ അവൻ തൻ്റെ കൈ കൊണ്ട് തടയണം. ഫൈലൻ യസ്തതി ഫബി ലിസാനി, അവൻ അതിന് കഴിയില്ല എങ്കിൽ നാവ് കൊണ്ട് തടയണം. ഫൈലൻ യസ്തതി ഫബി കൽബി, അതിനും പറ്റാത്തവന് മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. ഇങ്ങനെ ചെയ്യാത്തവര്, അതേപ്പറ്റി ഹദീസ് പറയുന്നു, വദാലിക അദ്ഗഫുൽ ഈമാൻ, ഈ മനസ്സുകൊണ്ട് വെറുക്കുക എന്നത് ഏറ്റവും ദുർബലമായ ഈമാനാണ്. ഇക്കാലത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച്, സമുദായം അനുഭവിക്കേണ്ടി വരുന്ന ഓരോ ദുരിതങ്ങളെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടാണ് ദിവസം ഉണരുന്നത്. പലജാതി തെറ്റുകൾ, അക്രമികളായ ഭരണാധികാരികൾ ഓരോ ജനവിഭാഗത്തിനും ഏതൊക്കെ രൂപത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ, എന്തൊക്കെ രൂപത്തിൽ അവരെ കുടുക്കാൻ പറ്റുമോ, ജയിലിലടക്കാൻ പറ്റുമോ, കേസിൽ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ, അവരുടെ വേട്ടയ്ക്ക് ഇരയാകുന്ന വലിയ ഒരു വിഭാഗം, അതിൽ മുസ്ലിങ്ങളുണ്ട്, മറ്റ് മതക്കാരുണ്ട്, ദളിതരുണ്ട്, അവർണരുണ്ട്. ഇങ്ങനെ അവരുടെ വേട്ടയ്ക്ക് ഇരയാകുന്നവർ ഒരു ഭാഗത്ത്. ഇനി ഇതിനെല്ലാം പുറമെ സാമൂഹിക തിന്മകൾ, മദ്യവും മയക്കുമരുന്നും ലഹരിയും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കൂട്ടക്കൊലകൾ, അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എല്ലാം തന്നെ ഓരോ ദിവസം എന്നോണം നാം പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഇതിനെതിരെ പ്രതിരോധിക്കാൻ നാം എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നമുക്ക് നിരവധിയായ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകളുണ്ട്. അതാണ് ഇന്ന് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശാപവും. ഞാൻ മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റിയ ഒരുത്തനും നമ്മുടെ കൂട്ടത്തിലില്ല. എല്ലാവർക്കും പറയാനുള്ളത് ഞാൻ സുന്നിയാണ്, സുന്നി AP ആണ്, സുന്നി EK ആണ്, മുജാഹിദ് ജൈനൂരിയാണ്, മുജാഹിദ് അമ്പൂരിയാണ്, മുജാഹിദ് വില്ലൂരിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പല ജാതി പേരുകളും ഗോത്രങ്ങളുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുക എന്നത്. പണ്ടേ 80കളിൽ ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ചു കുലുക്കിയ 1-2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം. ഈ സ്ത്രീകളുടെ ജീവനാംശവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല്, അതിൽ വലിൽ മുത്തല്ലക്കാത്തി മത്താഉം ബിൽ മഅറൂഫി ഹക്കൻ അലൽ മുത്തഖീൻ, അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് നാട്ടു നടപ്പ് പ്രകാരമുള്ള മത്താ എന്ന് പറഞ്ഞാൽ ജീവിത വിഭവം കൊടുക്കേണ്ടത് മുത്തഖീങ്ങളുടെ കടമയാണ്
എന്ന ഖുർആൻ ആയത്ത് ഓതിയിട്ട് ചിലർ പ്രസംഗിച്ചപ്പോൾ ഇവിടെയുള്ള ചില മതപണ്ഡിതന്മാർ പറഞ്ഞു അത് മുത്തക്കിങ്ങൾക്കാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുത്തക്കിങ്ങളല്ല, മുത്തക്കിങ്ങൾ കൊടുത്തോളും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. നമ്മളിൽ നിന്ന് മുസ്ലിങ്ങളില്ല. ഒരു തെറ്റ് കണ്ടാൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? ഇവിടെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് നമ്മുടെ യുവാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം പേരുകാരായ മുസ്ലിം യുവാക്കൾ, എന്തൊക്കെ ഈ അടുത്ത സമയത്ത് നാട്ടിൽ നടന്നത് നമുക്കറിയാം. തിരുവനന്തപുരത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ഒരു 23 വയസ്സുള്ള ഒരു ചെറുക്കൻ, അവൻ്റെ വല്യമ്മ, ഉപ്പയുടെ സഹോദരൻ, സഹോദരൻ്റെ ഭാര്യ, അവൻ്റെ അനിയൻ, അവനുമായി വിവാഹം ഉറപ്പിച്ചവൾ എന്നിങ്ങനെ 5 പേരെയാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ട് കൊല ചെയ്ത് കളഞ്ഞത്. മറ്റൊരു പയ്യൻ റമദാൻ മാസത്തിൽ പോലീസ് MDMA പിടിക്കുന്ന സമയത്ത് ഉള്ളത് മൊത്തം വായിലേക്ക് ഇട്ട് വിഴുങ്ങി. അവൻ വെള്ളിയാഴ്ച ദിവസം, റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ മോനെന്ത് ചെയ്ത് അപ്പം തന്നെ വീണ് മരിച്ചു. അപ്പം റമദാനിൽ മരിച്ചു എന്നുള്ള ഫതിലും വെള്ളിയാഴ്ച മരിച്ചു എന്നുള്ള ഫതിലും അള്ളാഹു അവന് കൊടുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തോ ആയിരിക്കും. അപ്പം ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്കൊരു ബോധവൽക്കരണം കൊടുക്കാനേ നമ്മുടെ ഈ മുസ്ലിം സംഘടനകൾ, പലജാതി പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുത്തനും തയ്യാറാകുന്നില്ല എന്നൊരു ദുഃഖസത്യം നാം നേരിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടത് എങ്ങനെങ്കിലും കുറച്ച് ബന്ധങ്ങളും കണക്ഷനും, ഒരാൾ പറഞ്ഞാൽ കുറച്ച് അണികൾ കേൾക്കാനുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ പേരിൽ കുറേ ബിൽഡിംഗ് ഉണ്ടാക്കാനും മാളിക ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർ, ഞാൻ ഈ കാര്യം വിളിച്ച് പറഞ്ഞാൽ ഇന്ന് ആചാർക്ക് വിഷമാവും. ആചാര്യ മോനിങ്ങനെ ലഹരിക്ക് അടിമയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് അയാൾക്കെതിരാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചാൽ എൻ്റെ സ്ഥാപനത്തിന് കിട്ടുന്ന വരുമാനം നിലച്ചു പോകും എന്ന് വരെ ചിന്തിക്കുന്ന പണ്ഡിതന്മാർ. അങ്ങനെയുള്ളവർ തീ നടത്തിയാൽ ഇതും ഇതിൽ കൂടുതലും തന്നെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നാം ഓരോരുത്തരും, നമ്മൾ സാധാരണക്കാരാ, നമുക്ക് വലിയ ഹാൻഡിലുകളോ നമുക്ക് വലിയ കമ്മ്യൂണിറ്റി ബേസ്ഡായിട്ടുള്ള അടിസ്ഥാനമോ ഒരുപാട് ഭക്തരോ ഒരുപാട് അണികളോ ഒന്നുമില്ല. പക്ഷെ ഇത്തരം തിന്മകൾ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുമെങ്കിലും വേണം. കാരണം കൈകൊണ്ട് തടയാൻ പറ്റുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവർ ചെയ്യൂല. നാവ് കൊണ്ട് സംസാരിച്ച് ഒതുക്കാൻ പറ്റുന്നവരുണ്ട്, അവർക്ക് കിട്ടുന്ന പിരിവ് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവരും ചെയ്യൂല. അതേ സമയത്ത് ഈ മനസ്സുകൊണ്ട് വെറുക്കാലോ, അത് എനിക്കും നിങ്ങൾക്കും എല്ലാം കഴിയും. നമ്മൾ അതിനെങ്കിലും ശ്രമിക്കണം. അത് തന്നെ ദുർബലമായ ഈമാനാണ്. ഓരോരുത്തർ സമാധാനം പറയേണ്ടി വരും, സംശയം വേണ്ട. അല്ലാഹു തആല ഒരു വിഭാഗം ജനതയെ അവരുടെ സബത്ത് ദിവസം മീൻ പിടിക്കാൻ പോയതിൻ്റെ പേരിൽ കുരങ്ങന്മാരാക്കി മാറ്റിയ സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ആരെയൊക്കെയാ കുരങ്ങാക്കിയതെന്നറിയോ? ഈ മീൻ പിടിക്കാൻ പോയവരെ മാത്രമല്ല, അവർക്ക് ഒത്താശ ചെയ്തവരെ മാത്രമല്ല, അത് കണ്ടിട്ട് മൗനം പാലിച്ചവരെ, അവരെ തടയാതിരുന്നവരെ കൂടി അള്ളാഹു ആ ശാപത്തിൽപ്പെടുത്തി കുരങ്ങന്മാരാക്കി മാറ്റിക്കളഞ്ഞു എന്ന് തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ, മുസ്ലിമായ നാം ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ച്, നമുക്ക് അണികളുണ്ടെങ്കിൽ അണികളോട്, അല്ലെങ്കിൽ നാവുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ, ഏറ്റവും ചുരുങ്ങിയ മനസ്സുകൊണ്ട് വെറുത്തെങ്കിലും തിന്മയോട് നാം സന്ധിയാകരുത്. അതായിരിക്കണം നമ്മുടെ അടിസ്ഥാന ലക്ഷ്യവും പോളിസിയും. ഇവിടെ നമ്മുടെ ഭരണകൂടം ഭീകരന്മാർ അല്ലെങ്കിൽ കിരാതമായ രൂപത്തിൽ ഏതെങ്കിലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അന്യായമായി ഒരുത്തനെ, അത് ഏത് ജാതിയോ മതമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മാനസികമായി അതിനെ ഒന്ന് വെറുക്കാനെങ്കിലും നാം തയ്യാറാകാതെ അതിനോട് സമരസപ്പെടുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ് എന്ന കാര്യം ഏതൊരാളും തിരിച്ചറിയണം. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.
ഷെയർ ചെയ്യാൻ മറക്കരുത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.